പൂരാവേശത്തിലാണ്. പൂരനഗരി ഒരുക്കങ്ങളിലും ചമയവും എക്സിബിഷനും ഒക്കെ കാണാനുള്ള ഓട്ടത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. കഴിഞ്ഞ തവണത്തെ പൂരം വിവാദം കൊണ്ടുപോയി. ഇത്തവണ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സർക്കാരും ജനങ്ങളും. ഇത്തവണത്തെ പൂരപ്രതീക്ഷ എന്താണെന്ന് നമുക്ക് ജനങ്ങളോടൊന്ന് ചോദിച്ചറിയാം. അടിപൊളി ആവണല്ലോ. ഈ പ്രാവശ്യം അടിപൊളിയാവും. ഉഷാറാവും. പൂരം കഴിഞ്ഞ കൊല്ലം തിരുവമ്പാടിയുടെ ഒരു സാങ്കേതിക ഒരു പ്രശ്നത്താൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. ഇപ്രാവശ്യം ഗംഭീരമാക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കണേ. അതുമാതിരി നമ്മൾ ജനങ്ങളും സഹകരിക്കുക. ഓരോ ഭീഷണികളും മറ്റൊക്കെ ഉണ്ട്, ഫോൺ കോളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. അടിപൊളിയാവും പൂരം. ഒരു പ്രാവശ്യത്തെ ആർക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവാൻ പാടില്ല. സൂപ്പറായി പോകണം ഈ പ്രാവശ്യം. അതിന് വേണ്ടി നമ്മൾ വെയിൽ കൊണ്ട് നമ്മളിവിടെ നിൽക്കണത്. പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. താർക്കും ഈ പ്രാവശ്യം എന്തായാലും ചമയം കാണുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞു. Yeah, I'm from Austin, Texas. But this is amazing. Very, very nice. Super nice. So I'm looking forward to the whole Puram festival. I hope I get to enjoy with all the crowd, millions of crowd. No problem. So I came all the way from there to just have fun. First time after 50 years. So yeah, it's going to be very adiboli. Yes. So we brought him from US. Yeah. Okay. Yeah, just for എന്താ പൂരത്തിന്റെ അഭിപ്രായം? നല്ല പൂര. ഞാൻ അഞ്ചു കൊല്ലം 50 കൊല്ലം മുമ്പ് കണ്ട പൂര. Anna, you're a local. Yeah, I'm a local. I was in Benares. I studied in Benares. I just came back for retirement. Okay. ഇപ്രാവശ്യം അടിപൊളിയാവും. അടിപൊളിയാവും. Yeah. Okay. I watch it on TV, by the way. I also watch it. That's amazing. Yeah. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരണേ, കോഴിക്കോട് നിന്നാണ് വരണേ. പൂരത്തിന് അന്ന് ശരിക്കും തിരക്കൊണ്ട് നമുക്ക് വരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞാൽ അതിന് മുന്നത്തെ പ്രാവശ്യം വെടിക്കെട്ട് കണ്ടിട്ടുണ്ട്. പൂരം അടിപൊളി തന്നെയാണ്. തൃശ്ശൂർക്കാരെ ഭാഗ്യമാണ് പൂരം. ഇത്ര നല്ല പൂരങ്ങൾ വേറെ ഇല്ല, മനസ്സിലായ? നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വരണു, എല്ലാ കൊല്ലവും വരണു. ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് അങ്ങോട്ട് വരണത് നല്ല പൂരമാണ്. കൊളായി എന്ന് പറയാൻ പറ്റില്ല, കൊളാക്കി എന്നല്ല പറയാൻ പറ്റുള്ളൂ. കൊളായി എന്നങ്ങോട്ട് പറയാൻ പറ്റില്ല, കൊളാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നന്നാവും, എല്ലാ കൊല്ലം നന്നാവും. കഴിഞ്ഞോണ മനഃപൂർവ്വം ആയിരിക്കണം എന്നില്ല, പക്ഷെ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. പൂരം യാത്ര എനിക്ക് ഇഷ്ടൊക്കെയാണ്. പടക്കൊക്കെ കിടിലാവുന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ഇതൊക്കെ കണ്ടു. ആനച്ചമയൊക്കെ കിടിലാണ്. അടിപൊളിയാണ്. ഫുൾ അടിപൊളിയാണ്. കാണാൻ വരും. ഈ പ്രാവശ്യം അടിപൊളിയാവും. അത് നമ്മുടെ അല്ലേ പൂരം. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊരിക്കലും മോശം പറയില്ലല്ലോ. എൻജോയ് ചെയ്യുക, അത് തന്നെ. ഇപ്രാവശ്യം ഒരു പ്രശ്നമില്ലാണ്ട് അടിപൊളിയായിട്ട് പോകും. ഡെഫിനറ്റ്ലി അതാണ് പ്രതീക്ഷ. അടിപൊളിയായി പോകണം, നമുക്ക് ആവശ്യം അതാണ്. ചമയം കണ്ടു, അപ്പോൾ പറഞ്ഞേക്കാം, എന്നെ കാണണം. തിരുവമ്പാടിയുടെ കഴിഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് നമ്മളിവിടെ തന്നെ ജനിച്ച് വളർന്നു തന്നെയാണ്. അപ്പോൾ എല്ലാ വർഷവും വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ കാലാവസ്ഥയുടെ മുഖാന്തരമായിരിക്കും അങ്ങനെയൊക്കെ ഒരു ഇത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടക്കട്ടെ, അങ്ങനെ വിചാരിക്കും, പ്രാർത്ഥിക്കാം. ഞാൻ കുറേ വർഷമായിട്ട് വരാറുണ്ട്. തിരുവമ്പാടിക്ക് ചന്ദ്രശേഖരൻ വരുന്നുണ്ട്, കുട്ടോളർ അർജുൻ വരുന്നുണ്ട്, പുതുപ്പള്ളി സാധു വരുന്നുണ്ട്, പാമ്പാടി സുന്ദരം വരുന്നുണ്ട്, പാർമേക്കാവിന് പിന്നെ കുരുവേരൻ എന്തേരം. പ്രാവശ്യം എന്തായാലും ഉണ്ടാവില്ല എന്ന് ഗവൺമെന്റ് ഉറപ്പ് വന്നിട്ടുണ്ടല്ലോ. പിന്നെന്താ, അടിപൊളിയാവും. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. ഒരു പ്രാവശ്യം സംഭവിക്കാത്താണല്ലോ കഴിഞ്ഞ കൊല്ലം സംഭവിച്ചത്. വെടിമരുന്ന് കാലത്ത് പകൽ പൊട്ടിയത്. പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പൂരം എന്തായാലും അടിപൊളി തന്നെ. ഞാനാണ് പൂരത്തിന്റെ 2 വിഭാഗത്തിന് ചമയം ചെയ്യുന്ന ആള്. ഗോൾഡ് പ്ലേറ്റിങ്. അപ്പോൾ എല്ലാവരും നല്ല പൂരാശംസ. പറയാൻ എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും വരിക, കാണുക, ചമയം പ്രദർശനം കാണുക. വളരെ നല്ലതാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ലൈഫ് ടൈമിൽ അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും വരണം. എല്ലാ വർഷവും വരണം, പക്ഷേ അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും കാണേണ്ട സംഭവമാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാളും എല്ലാ വർഷത്തേക്കാളും നന്നാവും തീർച്ചയായിട്ടും. കഴിഞ്ഞ കൊല്ലം പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ റോഡിലൊക്കെ കയറ്റി നിർത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നന്നായിരിക്കട്ടെ. പ്രതീക്ഷ നല്ല വെടിക്കെട്ട് കാണണം, ആന കാണണം, മേളം എല്ലാം ആസ്വദിക്കണം. എല്ലാ കൃത്യസമയത്ത് നടക്കണം, മഴ ഇല്ലാതിരിക്കട്ടെ. ഇലക്ഷനൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇലക്ഷൻ അല്ലാത്തതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് പ്രതീക്ഷ. അടിപൊളിയാവും. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായില്ലേ? അതെ, പ്രശ്നം ഇല്ല. അടിപൊളിയാവും വിചാരിക്കും.
അതെ പ്രാവശ്യം പൂരം കലക്കും. അതെ അതെ, കാണുമ്പോഴേ അറിയാം പൂരം കളിക്കുന്നു. എല്ലാപ്പോഴും വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേക്ക് ഉഷാറാവും. ഉഷാറാവും, അതിനെ വെച്ച് ഉഷാറാവും. അതാണ് പ്രതീക്ഷ. അതാ പ്രതീക്ഷ. കഴിഞ്ഞ കൊല്ലം കുറച്ച് വിവാദമൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ ഇപ്രാവശ്യം അതൊന്നും ഇല്ല. അതുണ്ടാവാൻ വഴിയില്ല. അടിപൊളിയാവും. അടിപൊളിയാവും, ഉഷാറാവും. ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നതാണ്. അടിപൊളിയാണ്. പൂരം നമ്മൾ തകർക്കും, അത്രയേ ഉള്ളൂ. എല്ലാ വർഷവും അടിച്ചു പൊളിക്കല്ലേ, ഈ വർഷം തകർക്കും. പൂരം അടിപൊളിയാവുമെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, നമ്മൾ തിരുവല്ലയിൽ നിന്ന് വരികയാണ്. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ, അങ്ങനെയാണല്ലോ വേണ്ടത് വിചാരിക്കുന്നു. പൂരം ആഘോഷിക്കാൻ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്, സാമ്പിൾ മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായും 6-ാം തീയതി വന്ന് പൂരവും കൂടാൻ. പൂരം എങ്ങനെ അടിപൊളിയാവും? അടിപൊളി ആവണമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, ഇപ്പോൾ അത് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. പൂരം നന്നാവും, അടിപൊളിയാവും. എല്ലാവരും കാണുന്ന തന്നെ പൂരം, ഞാൻ തൃശ്ശൂർകാരൻ തന്നെ. അടിപൊളിയാവും എന്ന് വിചാരിക്കുക. നമ്മൾ മറ്റന്നാൾ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെക്കാളും ഗൗരവമായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ അല്ലേ? അത് പത്രത്തിലൊക്കെ കാര്യമാണ്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. കഴിഞ്ഞിലത്തെ മാതിരി പറയണത് ഗൗരവമാണെന്ന് പറയുന്നുണ്ട്, നന്നായി പോവും എന്നൊക്കെ, എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രമല്ലല്ലോ, നമ്മുടെ ഇത് കോവിഡിന് ശേഷം എല്ലാമേ തെറ്റിയില്ലേ, എല്ലാ നിലയും തെറ്റിയില്ലേ. ഇവിടെ മാത്രമല്ല, പൊതുവേ ഉള്ള അഭിപ്രായത്തിൽ എല്ലാം തെറ്റിയില്ലേ. ഇനിയെങ്കിലും അങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ, വളരെ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയേ ഉള്ളൂ. സന്തോഷമാവട്ടെ, അടിപൊളിയാവും, ഗംഭീരാവണമല്ലോ നമുക്ക്. ഒരടിപൊളി കാണാൻ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് വന്ന ആളാണ് ആള്. ആസ്വദിക്കണം. ഇപ്പോൾ ചമയൊന്നും ആസ്വാദനം എന്നാണ്ട് 1 മുതൽ തുടങ്ങി. ഇനിയിപ്പോൾ 3 ദിവസം തന്നെയാണ്, പൂരം തന്നെയാണ്. ഇനിയും സമയമുണ്ട്, വിവാദം ആവാതിരുന്നാൽ മതി. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ കൊല്ലത്തെ കേടും കൂടി ഇതിൽ തീർക്കണം. കഴിഞ്ഞ തവണയുണ്ടായ പൂരത്തിന്റെ വിവാദങ്ങളൊന്നും ഇത്തവണ ബാധിക്കില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തായാലും പൂരം ഇത്തവണ കളറാവട്ടെ. പൂരനഗരിയിൽ നിന്നും ക്യാമറാമാൻ പ്യാർലാലിനൊപ്പം വൈഷ്ണവ് പ്രഭാകരൻ, മെട്രോ പോസ്റ്റ്.